വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം ഇതിലാമസാണ്. സോ നമ്മുടെ ആൽക്കഹോൾ, ഫീനോൾസ് ആൻഡ് ഈതേഴ്സ് എന്ന ചാപ്റ്ററിന്റെ തിയറി കോൺസെപ്റ്റ് പാർട്ടൊക്കെ അടിപൊളിയാക്കി. അപ്പം നമുക്ക് വേഗം തന്നെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് മോസ്റ്റ് അസിഡിക് എന്നാണ്. അപ്പൊ ഇവിടെ കാണാൻ സാധിക്കും, നമുക്ക് കുറച്ച് ഡെറിവേറ്റീവ്സിനെ തന്നിട്ടുണ്ട്. ആൽക്കഹോൾസിനെയും സൈക്ലിക് ആൽക്കഹോൾസിനെയും ഫീനോൾസിന്റെ ഡെറിവേറ്റീവ്സിനും ഒക്കെ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതിൽ അസിഡിക് ക്യാരക്ടർ ആർക്കാണ് ഏറ്റവും കൂടുതൽ? അപ്പൊ അസിഡിക് ക്യാരക്ടർ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് ഓർക്കേണ്ടത്? ആദ്യം തന്നെ നമുക്ക് ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പ്സിനെയും ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ്സിന്റെയും കോൺസെപ്റ്റ് മനസ്സിലേക്ക് വരണം അല്ലെ. ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പ്സിന്റെ പ്രസൻസ് ആണെങ്കിൽ അസിഡിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യിക്കും. പക്ഷേ അവിടെയുള്ളത് ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പുകളുടെ പ്രസൻസ് ആണെങ്കിൽ അവിടെ അസിഡിക് ക്യാരക്ടർ കുറയും. അപ്പൊ ആദ്യത്തെ ആളെന്ന് പറയുന്നത് ഫീനോൾ ആണ്. അപ്പൊ ഫീനോൾ എന്ന് പറയുന്ന അസിഡിക് ആണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാലേ. വൈ? ബിക്കോസ് ദേ ക്യാൻ ഡൊണേറ്റ് H+ ions when they react with metals such as sodium അല്ലെ. ഇനി അടുത്തത് നോക്കിക്കേ മക്കളെ, CH2OH ഗ്രൂപ്പ് വന്നിരിക്കുന്നു ബെൻസീൻ റിംഗിലേക്ക് അല്ലെ. അപ്പോ ഈ CH2 ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇവിടെ നമുക്കറിയാം ഇതൊരു ആൽക്കൈൽ ഗ്രൂപ്പാണ് അല്ലെ. ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ആണ്. എടാ മക്കളെ, ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ റിലീസിംഗ് ആണോ വിഡ്രോവിംഗ് ആണോ? എല്ലാ ആൽക്കൈൽ ഗ്രൂപ്പുകളും ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പാണ്. അപ്പൊ ഈ ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പിന്റെ പ്രസൻസ് വരുന്നത് കൊണ്ട് തന്നെ ഈ OH ബോണ്ടിന്റെ പൊളാരിറ്റി അവിടെ കുറയും. ആസ് എ റിസൾട്ട് ദേ ബിക്കം ലെസ് അസിഡിക് ദാൻ ഫീനോൾ. ഓക്കെ, ഇനി നമുക്ക് സിയിലേക്ക് പോവാം. അതൊരു സൈക്ലോഹെക്സനോൾ നമുക്ക് പറയാം അല്ലെ. ഒരു സൈക്ലിക് ആൽക്കഹോൾ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ആൽക്കഹോളും ഫീനോളും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ആൽക്കഹോൾസ് ആർ ലെസ് അസിഡിക് ദാൻ ഫീനോൾ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെ. അപ്പോൾ ഈ ഒരു സൈക്ലോഹെക്സനോളും ഫീനോളും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സൈക്ലോഹെക്സനോളിന്റെ അസിഡിക് ക്യാരക്ടർ കുറവായിരിക്കും കമ്പയർ ടു ഫീനോൾ. ഇനി ലാസ്റ്റ് വൺ ആണ് പാരാനൈട്രോഫീനോൾ. ഈ നൈട്രോ ഗ്രൂപ്പ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ നൈട്രോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ റിലീസിംഗ് ആണോ ഇലക്ട്രോൺ വിഡ്രോവിംഗ് ആണോ? നൈട്രോ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഇവൻ ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പ്സ് ആണ് അല്ലെ. അപ്പൊ ഇവൻ ബെൻസീൻ റിംഗിന്റെ ഇലക്ട്രോൺസിന് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എന്താ സംഭവിക്കുക? OH ബോണ്ടിന്റെ പൊളാരിറ്റി വീണ്ടും കൂടും. OH ബോണ്ടിന്റെ പൊളാരിറ്റി കൂടുന്നതനുസരിച്ച് ഫാസ്റ്റ് ആയിട്ട് H+ അയോണിനെ റിലീസ് ചെയ്യും. അങ്ങനെ നമ്മുടെ ഫീനോളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പാരാനൈട്രോഫീനോളിന്റെ അസിഡിക് ക്യാരക്ടർ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അപ്പൊ ഇവിടെ നമുക്കൊരു അസിഡിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാ വരിക? ഏറ്റവും ലീസ്റ്റ് അസിഡിക് എന്ന് പറയുന്നത് ആരായിരിക്കും? C ആണ് അല്ലെ. C ആണ് വരിക. അതിനുശേഷം നമ്മുടെ B വരും, പിന്നീട് നമ്മുടെ ഫിനോള് വരും, A വരും. ഏറ്റവും അസിഡിക് എന്ന് പറയുന്നത് ഇവിടെ D, പാരാനൈട്രോഫിനോൾ ആണ്. അപ്പൊ ചോദ്യത്തിന്റെ ഉത്തരം എന്താ? മോസ്റ്റ് അസിഡിക് എന്നല്ലേ. അപ്പൊ പാരാനൈട്രോഫിനോൾ ആണ് ഇവിടെ മോസ്റ്റ് അസിഡിക് ആയിട്ടുള്ള ആൾ. റെഡി? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നമ്മുടെ കയ്യിൽ ഒരു കോമ്പൗണ്ട് ഉണ്ട്, ഒരു ഈഥർ ആണ്. ആൽക്കോക്സി ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. സോ ദിസ് ഇസ് ആൻ ഈഥർ. ഹൈഡ്രജൻ അയോഡൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഡക്റ്റ് എന്ത് കിട്ടും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ കോമ്പൗണ്ടിനെ ഒന്ന് വിശദീകരിച്ച് എഴുതി നോക്കാം അല്ലെ. CH2 CH, ഇവിടെയും കൂടെ ഒരു CH3 CH3 O CH3. നോക്കിക്കേ, ഇതാണ് ഇവിടെ തന്നിട്ടുള്ള കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഇവൻ ഹൈഡ്രജൻ അയഡൈഡുമായിട്ട് റിയാക്ട് ചെയ്യും അല്ലെ. അപ്പൊ ഹൈഡ്രജൻ ഹാലൈഡുമായിട്ട് നമ്മുടെ ഈഥേഴ്സ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബോണ്ട് ക്ലീവേജ് ഉണ്ടാവും. നമുക്കൊരു ആൽക്കൈൽ ഹാലൈഡും കിട്ടും, ഒരു ആൽക്കഹോളും പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ ഇവിടെ ബോണ്ട് ക്ലീവേജ് നടക്കുന്നത് എവിടെയാണ്? അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ നമുക്കറിയാം നമ്മുടെ കയ്യിലുള്ള ഈഥറിന്റെ കയ്യിൽ ഒരു ടെർഷറി ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഇറ്റ് ഓൾവേസ് പ്രിഫേഴ്സ് ദ ഫോർമേഷൻ ഓഫ് ആൻ ആൽക്കൈൽ ഹാലൈഡ് അല്ലെ. കാരണം അവിടെ ടെർഷറി കാർബോ കാറ്റോൺ ഇന്റർമീഡിയറ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പൊ അതർ ദാൻ ദാറ്റ് നമുക്കറിയാം കൂടുതൽ നമ്പർ കാർബൺ ആറ്റം അല്ലെങ്കിൽ കൂടുതൽ നമ്പർ ആൽക്കൈൽ ഗ്രൂപ്പുള്ള സൈഡിലേക്ക് ഓക്സിജനെ കൊടുക്കുന്നു. കുറവ് നമ്പർ ആളുള്ള സൈഡ് വെച്ചിട്ട് നമ്മുടെ ഹാലൈഡ് ഗ്രൂപ്പ് വരികയും ചെയ്യും. അപ്പോ കൂടുതൽ ആൽക്കൈൽ ഗ്രൂപ്പ് ഉള്ള സ്ഥലത്തേക്കാണ് നമ്മൾ ഓക്സിജനെ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ നോക്കിയാൽ എന്റെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ 3 ആൽക്കൈൽ ഗ്രൂപ്പും ഇവിടെ 1 ഉള്ളൂ. സോ നമ്മൾ ഓക്സിജനെ ആർക്കാ കൊടുക്കേണ്ടത്? ഈ കൂടുതൽ നമ്പർ ആൽക്കൈൽ ഗ്രൂപ്പുള്ള സൈഡിലേക്ക് ഓക്സിജനെ കൊടുക്കാം. ഇനി ഓക്സിജൻ എവിടെയാണോ പോകുന്നത് അവിടേക്കാണ് നമ്മുടെ ഹൈഡ്രജൻ അയോൺസ് പോകുന്നത്. മറ്റേ സൈഡിലേക്ക് അയോഡിനും പോകുന്നുണ്ട്. അങ്ങനെ നമുക്ക് പ്രോഡക്റ്റ് ആരൊക്കെയാ കിട്ടുക? CH3 CH CH3OH അല്ലെ. CH3 CHOH CH3 എന്ന് പറയുന്ന ആളെ കിട്ടുന്നു. ഒപ്പം CH3 യും നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നു. സോ ഇവിടുത്തെ
ഏതാണ് ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരവെന്ന് പറയുന്നത്. അപ്പൊ ഇത് ഓർത്ത് വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ തവണയും ബോർഡ് എക്സാമിന് ചോദിക്കുന്ന ഒരു കോൺസെപ്റ്റ് കൂടിയാണ് ഈതേഴ്സിന്റെ ഹൈഡ്രജൻ ഹാലൈഡുമായിട്ടുള്ള റിയാക്ഷൻസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹൗ വിൽ യു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി ആൽക്കഹോൾ ബൈ ലൂക്കാസ് റിയേജന്റ്? ഓക്കെ, എങ്ങനെയാണ് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുക? രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. എങ്ങനെയാണ് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുക? ലൂക്കാസ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ ആരാ? നമ്മൾ ലൂക്കാസ് ടെസ്റ്റിൽ ഉപയോഗിക്കുന്നതാണ് അല്ലെ. പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ആൽക്കഹോളുകളെ തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് ലൂക്കാസ് ടെസ്റ്റ്. അതിൽ ഉപയോഗിക്കുന്ന ആളാണ് അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡിന്റെയും കോൺസെൻട്രേറ്റഡ് HCl മിക്സ്ചർ ആയിട്ടുള്ള ലൂക്കാസ് റിയേജന്റ് എന്ന് പറയുന്ന ആള്. അപ്പോൾ ഈ ലൂക്കാസ് റിയേജന്റിനെ നമ്മുടെ കയ്യിൽ തന്നിട്ടുള്ള സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ടർബിഡിറ്റി ഫോം ചെയ്യും. ഈ ടർബിഡിറ്റി ഫോം ചെയ്യുന്ന റേറ്റിനെ അനുസരിച്ചിട്ടാണ് നമ്മൾ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുക അല്ലെ. ഇമ്മീഡിയറ്റ് ടർബിഡിറ്റി ആണ് ഉണ്ടായതെങ്കിൽ, ടർബിഡിറ്റി ഇമ്മീഡിയറ്റ് ആയിട്ടുണ്ടായി, ഇമ്മീഡിയറ്റ് ടർബിഡിറ്റി ആണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ കയ്യിലുള്ളത് ഏത് ആൽക്കഹോളാ? ഒരു ടെർഷ്യറി ആൽക്കഹോളാണ്. ഇനി നമ്മുടെ കയ്യിൽ നമ്മൾ ഇട്ടു ടർബിഡിറ്റി വരുന്നത് 5 മിനിറ്റിന് ശേഷമാണെങ്കിൽ ടർബിഡിറ്റി ആഫ്റ്റർ 5 മിനിറ്റ്സ് അല്ലെ, ഒരു 5 മിനിറ്റിന് ശേഷമാണ് ടർബിഡിറ്റി വരുന്നതെങ്കിൽ നമ്മുടെ കയ്യിലുള്ളത് സെക്കൻഡറി ആൽക്കഹോൾ ആണ് എന്ന് പറയാം. ഇനി നമ്മൾ ഇട്ടു ടർബിഡിറ്റി റൂം ടെമ്പറേച്ചറിൽ കിട്ടിയിട്ടേയില്ല, നോ ടർബിഡിറ്റി അറ്റ് റൂം ടെമ്പറേച്ചർ. ഹീറ്റ് ചെയ്താൽ മാത്രമാണ് ടർബിഡിറ്റി വരുന്നത്. റൂം ടെമ്പറേച്ചറിൽ ടർബിഡിറ്റി വന്നിട്ടേ ഇല്ല എങ്കിൽ നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ കയ്യിലുള്ളത് ഒരു പ്രൈമറി ആൽക്കഹോൾ ആണ്. ഇങ്ങനെയാണ് നമ്മൾ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ആൽക്കഹോളുകളെ തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അടുത്തത്, വൈ ഈസ് ഓർത്തോ നൈട്രോഫിനോൾ സ്റ്റീം വോളറ്റൈൽ വൈൽ പാരാ നൈട്രോഫിനോൾ ഈസ് നോട്ട്? അപ്പോൾ നമ്മുടെ ഫീനോളിന്റെ 2 ഡെറിവേറ്റീവ്സ് ആണ് അല്ലെ, ഓർത്തോ നൈട്രോഫിനോളും പാരാ നൈട്രോഫിനോളും. അപ്പോൾ ഇവരെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ സ്റ്റീം ഡിസ്റ്റിലേഷൻ ആണ് യൂസ് ചെയ്യുക. ഓർത്തോ നൈട്രോഫിനോൾ സ്റ്റീം വോളറ്റൈൽ ആണ്, ബട്ട് പാരാ നൈട്രോഫിനോൾ സ്റ്റീം വോളറ്റൈൽ അല്ല. എന്താ റീസൺ? ഓർത്തോ നൈട്രോഫിനോൾ എടുത്തു കഴിഞ്ഞാൽ അതിനുള്ളിലുള്ളത് ഇൻട്രാ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് അല്ലെ. പക്ഷെ പാരാ നൈട്രോഫിനോൾ ആണെങ്കിൽ അവിടെയുള്ളത് ഇന്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. അപ്പൊ അവിടെ അസോസിയേഷൻ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവുന്നു അല്ലെ. അതുകൊണ്ടാണ് പാരാ നൈട്രോഫിനോളിനെ നമുക്ക് സ്റ്റീം ഡിസ്റ്റിലേഷൻ വഴി സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കാത്തത്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്ഥിരമായിട്ട് അസേർഷൻ റീസണിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്, ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടോ ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ഉത്തരം നോട്ട് ചെയ്ത് വെക്കുക. ഓർത്തോ നൈട്രോഫിനോൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇൻട്രാ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്ങും പാരാ നൈട്രോഫിനോളിൽ ഇന്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്ങുമാണുള്ളത്. ഇതുകൊണ്ടാണ് ഇവരെ തമ്മിൽ നമുക്ക് സ്റ്റീം ഡിസ്റ്റിലേഷൻ വഴി സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, ഡിഫറൻസ് ഇൻ ദ നേച്ചർ ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ് സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അസേർഷൻ റീസൺ ആണ്, ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് എഥനോൾ ഈസ് ലോവർ ദാൻ ദാറ്റ് ഓഫ് ഡൈ ഈഥൈൽ ഈഥർ. ശരിയാണോ? ഈതേഴ്സുമായിട്ട് അല്ലെങ്കിൽ സെയിം മോളിക്കുലാർ മാസ് ഉള്ള ആൽക്കെയിൻസുമായിട്ട് അല്ലെങ്കിൽ ഹൈഡ്രോ കാർബൺസുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എഥനോൾ ബോയിലിംഗ് പോയിന്റ് എങ്ങനെയാ? കുറവാണോ കൂടുതലാണോ? കൂടുതലാണ് അല്ലെ. എഥനോൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട് എന്നും ഈ ഹൈഡ്രജൻ ബോണ്ടിങ്ങിന്റെ പ്രസൻസ് കാരണം ഇവർക്ക് സെയിം മോളിക്കുലാർ മാസ് ഉള്ള കോമ്പൗണ്ട്സുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടുതലാണ് എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അസേർഷൻ ഇവിടെ റോങ് ആണ്. ഇനി റീസണിലേക്ക് പോവാം. ഇൻ എഥനോൾ ദ മോളിക്യൂൾസ് ആർ അസോസിയേറ്റഡ് ഡ്യൂ ടു ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് വേർ ആസ് ഇൻ ഡൈ ഈഥൈൽ ഈഥർ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ശരിയല്ലേ? എഥനോൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്, അതുകൊണ്ട് തന്നെ അസോസിയേഷൻ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവുന്നു. ആസ് എ റിസൾട്ട് അവരുടെ ബോയിലിംഗ് പോയിന്റ് കൂടുന്നു. പക്ഷെ ഈഥേഴ്സിൽ അത് പോസിബിൾ ആണോ? ഒരിക്കലും പോസിബിൾ അല്ല. അതുകൊണ്ട് അസേർഷൻ ഇവിടെ തെറ്റാണ്, റീസൺ ശരിയാണ്. സോ അസേർഷൻ ഈസ് ഫോൾസ് ബട്ട് റീസൺ ഈസ് ട്രൂ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഇൻവോൾവ് ഇൻ റീമർ ടീമൻ റിയാക്ഷൻ ആൻഡ് വില്യംസൺസ് ഈഥർ സിന്തസിസ്. അപ്പൊ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ ആകെ നമുക്ക് 3 നെയിംഡ് റിയാക്ഷൻസ് ആ പഠിക്കാനുള്ളത് അല്ലെ. അപ്പം ഏതൊക്കെയാ? റീമർ ടീമൻ, കോപ്സ്, വില്യംസൺ സിന്തസിസ്. ഇത് 3 വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് റീമർ ടീമർ റിയാക്ഷൻ എഴുതാം. റീമർ ടീമർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫീനോളിനെ എടുക്കുന്നു. ഈ ഫീനോളിനെ നമ്മൾ NaOH സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യാണ് ഇൻ ദ പ്രസൻസ് ഓഫ് ക്ലോറോഫോം അല്ലെ. ക്ലോറോഫോം ആൻഡ് ഫോളോഡ് ബൈ അസിഡിഫിക്കേഷൻ. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, ക്ലോറോഫോമിന്റെ പ്രസൻസിൽ സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യാണ് ഫോളോഡ് ബൈ
അസിഡിഫിക്കേഷൻ. അതിനുശേഷം നമ്മൾ അസിഡിഫൈ ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? അപ്പൊ നമുക്ക് കിട്ടുന്ന ആളാണ് ഓർത്തോ ഹൈഡ്രോക്സി ബെൻസാൽഡിഹൈഡ് അല്ലെങ്കിൽ സാലിസിലാൽഡിഹൈഡ്. അപ്പൊ റീമർ ടീമർ റിയാക്ഷനിൽ നമ്മൾ ആരെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? സാലിസിൽ ആൽഡിഹൈഡിനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇതേപോലെ ഡയറക്റ്റ് ആയിട്ട് എപ്പോഴും ചോദിക്കും, അല്ലെങ്കിൽ കൺവേർഷൻ ആയിട്ട് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ ഇത് ഓർത്ത് വെക്കുക. കോപ്സ് റിയാക്ഷൻ ആണെങ്കിൽ സാലിസിലിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ ആണ്. ഇനി വില്യംസൺസ് ഈഥർ സിന്തസിസ്. എന്താ മക്കളെ വില്യംസൺസ് ഈഥർ സിന്തസിസിൽ നമ്മൾ പഠിച്ചത്? എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്? നമ്മളൊരു സോഡിയം ആൽക്കോക്സൈഡിനെ അല്ലെങ്കിൽ സോഡിയം അറൈൽ ഓക്സൈഡിനെ എടുക്കുന്നു അല്ലെ. അപ്പൊ ഒരു സോഡിയം ആൽക്കോക്സൈഡ് RONA എടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളൊരു ആൽക്കൈൽ ഹാലൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യിക്കാം. RX എന്ന് പറയുന്ന ആൽക്കൈൽ ഹാലൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യാണ്. അപ്പൊ ഇവിടെ തമ്മിൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഈ സോഡിയവും ഈ ഹാലൈഡും കൂടെ റിയാക്ട് ചെയ്തിട്ട് NaX സോഡിയം ഹാലൈഡ് പുറത്തേക്ക് പോകും. ബാക്കിയുള്ളവർ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ROR എന്ന് പറയുന്ന ഈഥറിനെ നമുക്ക് കിട്ടും. അപ്പോ ഇതാണ് വില്യംസൺസ് ഈഥർ സിന്തസിസ്. നമുക്ക് ഇതിന്റെ റിയൽ ലൈഫ് എക്സാമ്പിൾ എടുക്കാം. CH3ONA സോഡിയം മെത്തോക്സൈഡ് ആണ്. ഞാൻ ഇതിനെ CH3CH2Cl ക്ലോറോ ഈഥൈനുമായിട്ട് റിയാക്ട് ചെയ്യിച്ചു. എന്താ സംഭവിക്കുക? ഒന്ന് പറഞ്ഞേ, എന്താ സംഭവിക്കുക? ഈ സോഡിയവും ക്ലോറിനും കൂടെ NaCl ആയിട്ട് പുറത്തേക്ക് പോകും. ബാക്കിയുള്ളവർ കമ്പൈൻ ചെയ്താൽ CH3O CH2CH3 മെത്തോക്സി ഈഥൈൻ എന്ന് പറയുന്ന ഒരു ഈഥറിനെ നമുക്ക് കിട്ടും. ഇതാണ് വില്യംസൺസ് ഈഥർ സിന്തസിസ്. വെരി ഇമ്പോർട്ടൻറ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹൗ ഡു യു കൺവേർട്ട് ദ ഫോളോയിങ്? ഫീനോൾ ടു ബെൻസിൻ. അപ്പൊ ഈ ഫീനോളിന്റെ റിയാക്ഷൻസും പ്രിപ്പറേഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഫീനോളിനെ എങ്ങനെ? ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള റിയാക്ഷൻ ആണ് ഫീനോളിനെ ബെൻസീനായിട്ട് കൺവേർട്ട് ചെയ്യുക. എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ഫീനോളിനെ എടുക്കുന്നു. ഈ ഫീനോളിനെ നമ്മൾ ആരുമായിട്ടാ മക്കളെ ട്രീറ്റ് ചെയ്യേണ്ടത്? യെസ്, സിങ്ക് ഡസ്റ്റുമായിട്ട് ഹീറ്റ് ചെയ്യുക അല്ലെ. സിങ്ക് ഡസ്റ്റുമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഫിനോൾ വിൽ ഗെറ്റ് കൺവേർട്ടഡ് ഇൻടു ബെൻസീൻ. അപ്പൊ ഫീനോളിനെ ബെൻസീനിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സിങ്ക് ഡസ്റ്റ് ആണ്. ഇനി എഥനോളിനെ പ്രൊപ്പാൻ 2-ol ആക്കണം. എടാ മക്കളെ, നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ഇത് മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അത് 2 കാർബൺ ആറ്റമുള്ള ഒരു ആൽക്കഹോളിനെ 3 കാർബൺ ആറ്റമുള്ള ഒരു ആൽക്കഹോളിലേക്ക് നമ്മൾ മാറ്റുകയാണ്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആരും ഉപയോഗിക്കേണ്ടത് ഒരു അഡീഷണൽ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് കൂടെ കൊടുക്കണം. ഒരു അഡീഷണൽ ആൽക്കൈൽ ഗ്രൂപ്പ് കിട്ടുന്നത് എവിടെ നിന്ന് മാത്രമാണ്? ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ഗ്രിഗ്നാർഡ് റിയേജന്റിൽ നിന്ന് മാത്രമാണ് അല്ലെ. അഡീഷണൽ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് കിട്ടണമെങ്കിൽ തന്നിട്ടുള്ള ആളെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഗ്രിഗ്നാർഡ് റിയേജന്റുമായിട്ട് ട്രീറ്റ് ചെയ്യണം. പക്ഷെ ആൽക്കഹോൾസിനെ ഗ്രിഗ്നാർഡ് റിയേജന്റുമായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ നമ്മുടെ കയ്യിൽ തന്നിട്ടുള്ള എഥനോളിനെ നമ്മൾ ആരാക്കി മാറ്റണം? ഗ്രിഗ്നാർഡ് റിയേജന്റുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ ആണ്. ഇവിടെ വേണ്ടത് പ്രൊപ്പാൻ 2-ol ആണ്. ഒരു സെക്കൻഡറി ആൽക്കഹോൾ ആണ്. സെക്കൻഡറി ആൽക്കഹോളിനെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആൽഡിഹൈഡ്സ് അതർ ദാൻ ഫോർമാൽഡിഹൈഡ് ഒഴികെയുള്ള ആൽഡിഹൈഡ് എടുക്കണം. അപ്പൊ ഇവിടെയുള്ള ആൽക്കഹോൾ ആയിട്ടുള്ള എഥനോളിനെ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? എഥനാൽ എന്ന് പറയുന്ന ആൽഡിഹൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ആൽക്കഹോൾസിനെ ആൽഡിഹൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ സിമ്പിൾ ഒരു മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. എന്ത് മെത്തേഡാ അത്? ഓക്സിഡേഷൻ ഓഫ് ആൽക്കഹോൾസ് ആണ് അല്ലെ. ആൽക്കഹോൾസിനെ ഓക്സിഡേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽഡിഹൈഡ്സ് അല്ലെങ്കിൽ കീറ്റോൺസ് ആക്കി മാറ്റാം. അപ്പൊ ഇവിടെ നമ്മുടെ കയ്യിലുള്ളത് CH3CH2OH എന്ന് പറയുന്ന എഥനോൾ ആണ്. എഥനോളിനെ ഞാൻ ഓക്സിഡേഷൻ നടത്തണമെങ്കിൽ ഞാൻ ഏത് റിയേജന്റാ യൂസ് ചെയ്യേണ്ടത്? സിമ്പിൾ ആയിട്ട് എനിക്ക് ഒന്നെങ്കിൽ ലാർജ് ക്വാണ്ടിറ്റിയിൽ വേണമെങ്കിൽ PCC ഉപയോഗിക്കാം അല്ലെ. അതല്ല എങ്കിൽ CrO3 ക്രോമിയം ട്രയോക്സൈഡ് ഉപയോഗിക്കാം. അപ്പൊ എന്താ സംഭവിക്കുക? PCC or CrO3 ഉപയോഗിച്ചു. അപ്പൊ എന്താ സംഭവിക്കുക? എഥനോള് നേരെ CH3CHO എന്ന് പറയുന്ന എഥനാൽ ആയിട്ട് മാറും. ഇനി എഥനാളിനെ നമുക്ക് ഗ്രിഗ്നാർഡ് റിയേജന്റുമായിട്ട് ട്രീറ്റ് ചെയ്യുക അല്ലെ. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? നമ്മുടെ ആൽക്കഹോളിൽ ഉള്ളത് 3 ആൽക്കൈൽ ഗ്രൂപ്പ് ആണ്. ഇവിടെ എഥനാളിൽ ഓൾറെഡി 2 ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇനി ഒരെണ്ണം കൂടെ മതി അല്ലെ. അപ്പൊ ഒരു ആൽക്കൈൽ ഗ്രൂപ്പുള്ള ഗ്രിഗ്നാർഡ് റിയേജന്റിനെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ ലെറ്റ്സ് റിയാക്ട് CH3CHO ethanol with CH3NgBr അല്ലെ. അപ്പൊ നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് എന്താ കിട്ടുക? നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് ആരെ കിട്ടും? CH3CHOH
CH3 അഥവാ പ്രൊപ്പൻ ടു ഓളിനെ ഈ ഒരു റിയാക്ഷൻ വഴി നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇതിന് ഇന്റർമീഡിയറ്റ് എഴുതേണ്ട സ്റ്റെപ്പുകളൊക്കെ ഇന്നലത്തെ ഒരു കോൺസെപ്റ്റ് റിവിഷൻ ക്ലാസ്സിൽ മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഡൗട്ട് ഉള്ളവർ അതെടുത്ത് കണ്ടു നോക്കാം. ഇനി അടുത്തത് എന്താ, അനിസോൾഡ് 2-മെഥോക്സി അസറ്റോഫിനോൺ എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ആദ്യം തന്നെ അതിന്റെ സ്ട്രക്ചർ എന്ന് എഴുതി നോക്കാം. 2-മെഥോക്സി അസറ്റോഫിനോൺ എന്ന് പറഞ്ഞാൽ ആരാ? 2-മെഥോക്സി അസറ്റോഫിനോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനിസോൾ എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? OCH3. ഇതാണ് അനിസോൾ അല്ലെ. അനിസോളിലേക്ക് ഒരു അസറ്റൈൽ ഗ്രൂപ്പ് കൂടെ വരുന്നു, CH3CO ഗ്രൂപ്പ് കൂടെ വരുന്നു അല്ലെ. ഇതാണ് 2-മെഥോക്സി അസറ്റോഫിനോൺ എന്ന് പറയുന്നത്. അപ്പൊ അനിസോളിനെ ഇങ്ങനെ കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ഏത് റിയാക്ഷനാണ് പഠിച്ചിട്ടുള്ളത്? ഫ്രിഡൽ ക്രാഫ്റ്റ്സ് അസൈലേഷൻ അല്ലെ. അസൈലേഷൻ റിയാക്ഷൻ നമുക്ക് നടത്താനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു റിയാക്ഷൻ നടത്തുക? നമുക്ക് ആദ്യം തന്നെ അനിസോളിനെ എടുക്കാം. നമ്മുടെ ബെൻസീൻ റിങ്ങിലേക്ക് OCH3 ഗ്രൂപ്പ് വരുന്ന ആളാണ് അനിസോൾ. അനിസോളിനെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ റിയാക്ഷൻ നടത്തണം അല്ലെ. CH3COCl അസൈൽ ക്ലോറൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യാണ് ഇൻ ദ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ്. അൺഹൈഡ്രസ് AlCl3യുടെ പ്രസൻസിൽ റിയാക്ഷൻ നടത്തുമ്പോൾ ഈ CH3CO ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടോളും. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇവിടെ പ്രോഡക്റ്റ് കിട്ടുന്നതാണ് അല്ലെ. അപ്പൊ ഏത് പ്രോസസ്സ് വഴിയാന്ന് ചോദിച്ചാൽ എന്താ പറയേണ്ടത്? ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ റിയാക്ഷൻ ആണ്. യെസ്. അപ്പൊ മക്കളെ, നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എങ്ങനെയൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന്. അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കുക. തിയറിയും ക്വസ്റ്റ്യൻസും ഒക്കെ ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് പഠിക്കുക. എന്നിട്ട് നാളത്തെ അല്ല, നമ്മുടെ എക്സാം വരുന്നത് എന്നാണ്? 30-ാം തീയതിയാണ് നമ്മുടെ പരീക്ഷ. ആ പരീക്ഷ എൻ്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് എഴുതുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.